ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് പഞ്ചാബിലേക്കുള്ള ഒരു യാത്രയിലാണ്. പഞ്ചാബിലേക്കുള്ള എൻ്റെ മൂന്നാമത്തെ യാത്രയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ്സിൽ നിസാമുദ്ദീനിൽ ചെന്നിട്ട് നിസാമുദ്ദീനിൽ നിന്ന് അടുത്ത വണ്ടി എടുത്ത് പഞ്ചാബിലേക്ക് പോകാനുള്ള, അതായത് അമൃത്സറിലേക്ക് പോകാനുള്ള പ്ലാനാണ് ഉള്ളത്. അപ്പോൾ 12:05 തന്നെ നമ്മുടെ മംഗള എക്സ്പ്രസ് എത്തി, അതിനകത്ത് കയറി യാത്ര അങ്ങോട്ട് തുടങ്ങിയാണ്. അപ്പോൾ അവിടെയൊക്കെ നല്ല വെയിലായിരുന്നു, തൃശ്ശൂരൊക്കെ നല്ല വെയിലായിരുന്നെങ്കിൽ കുറച്ച് അങ്ങോട്ട് ചെന്നപ്പോൾ മഴയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളത് കോഴിക്കോട് ചെന്ന് കോഴിക്കോട് ഞങ്ങൾ നമ്മുടെ സ്വിഗ്ഗി വഴി ഓർഡർ ചെയ്ത നമ്മുടെ ഭക്ഷണം എത്തി. അപ്പോൾ നാടൻ ഭക്ഷണമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പിന്നെ നമ്മുടെ ചിക്കൻ്റെ ചെറിയ പൊരിച്ച പീസുകളും ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ഭക്ഷണം. അവരെല്ലാം പാക്ക് ചെയ്ത് നല്ല രസമായിട്ടാണ് തന്നേക്കണം. അടിപൊളി പാക്കിംഗ് ആയിരുന്നു. അതുകൊണ്ട് ഒരു കറി പോലും പുറത്തു പോകാത്ത ലെവലിൽ നല്ല രസമായിട്ട് പാക്കിംഗ് ചെയ്തിട്ടാണ് അവർ തന്നേക്കണം. അങ്ങനെ നമ്മുടെ ലിജോണ് അതൊക്കെ ഓർഡർ ചെയ്തത്. ഇത് നമ്മുടെ റൈസ് വന്നേക്കണ പാക്കറ്റാണ്. റൈസ് അതേ ഇത്തരത്തിൽ നല്ല ഫുള്ളാക്കിയാണ് വന്നേക്കണം കേട്ടോ. അത് ഞാൻ വേഗം തന്നെ പാത്രത്തിലേക്ക് ചൊരിഞ്ഞു. എന്നിട്ട് ഞാൻ സാമ്പാർ കൂട്ടിയാണ് ആദ്യത്തെ ഫുഡ് കഴിക്കണത്. ഇതിൻ്റെ മുന്നിൽ കാണുന്ന ആ ഒരു വെജിറ്റബിൾ ഭക്ഷണമൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്താണ് ഈ ഒരു ഫുഡ് കഴിച്ചത്. കാരണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉറങ്ങാൻ പോയി. ആദ്യത്തെ കാര്യങ്ങൾ കഴിഞ്ഞു. ഉച്ച കഴിഞ്ഞപ്പോൾ അത് നമ്മൾ കാസർഗോഡ് ഭാഗത്തേക്ക് കിടക്കുകയാണ്. അപ്പോഴേക്കും ഈവനിങ് ആയി. കാസർഗോഡ് കഴിഞ്ഞ് മംഗലാപുരം എത്തി. മംഗലാപുരത്താണ് നമ്മൾ രാത്രി ഫുഡ് ഓർഡർ ചെയ്തേക്കണം. വീണ്ടും ഫുഡ് മേടിക്കാനായിട്ട് നമ്മൾ ആ ഒരു ഡോറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഒരു സെൽഫിയൊക്കെ എടുക്കുന്നതാണ് ഇപ്പോൾ നേരത്തെ കണ്ടത്. അങ്ങനെ മംഗലാപുരം ഉടുപ്പി സ്റ്റേഷനിൽ നമ്മൾ ചെന്നേക്കാണ്. അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ അവിടെ ഫുഡൊക്കെ കിട്ടാനുണ്ട്. അന്നും നമ്മൾ സ്വിഗ്ഗി വഴി ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ചെറിയ മഴ പെയ്തു. ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കയറി യാത്ര തുടരുകയാണ്. അങ്ങനെ ഒരു തണുത്ത അന്തരീക്ഷത്തിലുള്ള നല്ലൊരു യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ചിക്കൻ ബിരിയാണിയാണ് അവിടെ ഓഫർ ചെയ്തത്. കണ്ട, നല്ല പൊരിച്ച 2 ചിക്കൻ ഞങ്ങൾ കിട്ടി. പിറ്റേ ദിവസം നോക്കുമ്പോൾ ഇതാണ് കാഴ്ച. നേരിയൊരു മഴയൊക്കെ ഉണ്ട്. ലിജോ പുറത്തിറങ്ങി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മഹാരാഷ്ട്രയിലൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും പോന്നു. അടുത്ത ദിവസം ഞങ്ങൾ പൻവേലെത്തി കഴിഞ്ഞപ്പോൾ പൻവേലിൽ നമുക്ക് ഫുഡ്, ഇവിടെ മലയാളി ഫുഡ് കിട്ടും. ഇവിടെ മലയാളി ഹോട്ടലുകളുണ്ട് പൻവേലിൽ. അപ്പോൾ ആ ചേട്ടൻ കൊണ്ടുവന്നതൊക്കെ ഫുഡുകളാണ്. എന്താണ്, ഫിഷ് മീൽസ് ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ നമ്മളും ഒരു ഫിഷ് മീൽസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, 2 എണ്ണം. അങ്ങനെ ഫിഷ് മീൽസാണ് വന്നത്. ഓരോ ഐറ്റമൊക്കെ ഇതുപോലെ പാക്കറ്റിലാക്കിയാണ് കവർ ചെയ്തേക്കണം. ചോറ് ഇത്തിരി വെന്തിട്ടുണ്ടായിരുന്നെങ്കിലും നല്ല രസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഫിഷ് ആയിരുന്നു കേട്ടോ. ഫിഷ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ചാറും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചപ്പോൾ ഫിഷിന് ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, ചാറിന് ടേസ്റ്റ് ഉണ്ടായിരുന്നു. അയിലായിരുന്നു ഫിഷായിട്ട് വന്നിരുന്നത്. അപ്പോൾ ഞാനത് നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചു. എനിക്ക് ഇതുവരെ ഫുഡ്, അത് ട്രെയിൻ ഫുഡ് അത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. വേറെ കുറേ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവരാരും ട്രെയിൻ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഈ വഴിയോരത്തുള്ള ഫുഡുകളും കഴിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ നിസാമുദ്ദീനിൽ കറക്റ്റ് 1:30 എത്തി. പിന്നെ ഞങ്ങൾ കാത്തിരിപ്പിൻ്റെ സമയമായിരുന്നു. ഞങ്ങൾക്ക് പിന്നെ അമൃത്സറിലേക്കുള്ള വണ്ടി 2:45 വണ്ടിയാണ്. പക്ഷേ ഞങ്ങൾക്ക് വന്നത് 6:30 മണിക്കാണ്. അങ്ങനെ ഞങ്ങൾ വണ്ടിക്കകത്ത് കയറി. സാധാരണ നിസാമുദ്ദീനിൽ നിന്ന് അമൃത്സറിലേക്ക് വരുന്ന യാത്ര ഭയങ്കര ഹെവി യാത്രയാണ്. സ്ലീപ്പറാണ് കിട്ടാറുള്ളൂ, നല്ല തിരക്കായിരിക്കും. പക്ഷേ അന്ന് വണ്ടി വൈകിയത് കാരണമോ അതോ വണ്ടിയിൽ ആൾക്കാരില്ലാത്തത് കാരണമോ വളരെ ഫ്രീ ആയിട്ട് വരാൻ സാധിച്ചു. പിന്നെ രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല തണുത്ത കാറ്റ് വീശിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഏകദേശം 6:30 മണിക്ക് വണ്ടിക്കകത്ത് കയറി. വണ്ടി പിറ്റേ ദിവസം രാവിലെ ഏർലി മോർണിംഗ് 4:30 മണിക്കാണ് അമൃത്സറിലെത്തുന്നത്. ഇതാണ് അമൃത്സർ സ്റ്റേഷൻ. അമൃത്സർ സ്റ്റേഷനിൽ എത്തുമ്പോഴും നല്ല തിരക്കുണ്ട് കേട്ടോ. 4:30 മണി അല്ല 3:30 മണി, 3:45 മണിയായി ഞങ്ങൾ എത്തുമ്പോൾ. അപ്പോൾ ഏകദേശം 3:30 മണിക്ക് ഞങ്ങൾ അമൃത്സറിലെത്തുകയാണ്. അമൃത്സറിൽ എത്തിക്കഴിഞ്ഞിട്ട് ഇനി ഏകദേശം ഒരു 1 കിലോമീറ്റർ അകലെയുള്ള ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് പോകണം. പുത്ലീഗർ എന്നുള്ള സ്ഥലത്താണ് ഞങ്ങൾ സ്റ്റേ ചെയ്യണത്. അപ്പോൾ ഞങ്ങൾ ഓട്ടോക്കാരെയൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. പലരും പല റേറ്റൊക്കെ പറഞ്ഞു. കടകളൊക്കെ എപ്പോഴും ആക്റ്റീവാണ് കേട്ടോ, ഫുഡൊക്കെ അവൈലബിൾ ആണ്. അവസാനം 100 രൂപയ്ക്ക് 2 പേര് ഞങ്ങളുടെ ലഗേജും കയറ്റിയിട്ട് ആ 1 കിലോമീറ്റർ അകലെ ഉള്ളിൽ ഗള്ളിയിലേക്ക് വരാമെന്ന് സമ്മതിച്ചുകൊണ്ട് ഞങ്ങൾ ഓട്ടോയിൽ കയറിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ഓട്ടോയിലുള്ള യാത്ര അങ്ങോട്ട് പുറപ്പെട്ടേക്കാണ്. അപ്പോൾ നല്ല ടയേർഡാണ് കേട്ടോ. 3 ദിവസമായിട്ട് കുളിച്ചിട്ടില്ല, ഡ്രസ്സ് മാറിയിട്ടില്ല, അതുപോലെ തന്നെ കണ്ടിന്യൂസ് ജേണി ഒക്കെ ആയിട്ട് ഞങ്ങൾ ആകപ്പാട് ടയേർഡാണ്. അപ്പോൾ 4:30 മണിക്ക് ഇനി അവിടെ ചെന്നിട്ട് അവിടെ സ്റ്റേ ചെയ്യുന്നവരെ വിളിച്ചുകൊണ്ടിർത്തി റൂമിൻ്റെ ഉള്ളിൽ കയറി കുളിച്ചിട്ടൊക്കെ വേണമെന്ന് കിടക്കാനായിട്ട്. അപ്പോൾ ആ ലെവലിൽ ഞങ്ങൾ വീണ്ടും അമൃത്സറിലേക്ക് വരികയാണ്. ഇതെൻ്റെ അമൃത്സറിലുള്ള 3ാമത്തെ ട്രിപ്പാണ്. അമൃത്സർ എപ്പോഴും എനിക്ക് നല്ല അനുഭവങ്ങൾ തന്നേക്കണ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ വഴിയൊക്കെ വളരെ വിജനമാണ്. അപ്പോൾ ഞങ്ങളുടെ ഓട്ടോ പതുക്കെ ഞങ്ങളുടെ സ്റ്റേ ഉള്ള സ്ഥലം ലക്ഷ്യമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഗള്ളിയിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ പുത്ലീഗർ ഗള്ളി നമ്പർ 1ലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യണം. അപ്പോൾ ഞങ്ങളുടെ ഗള്ളിയിലേക്ക് ഞങ്ങൾ ചെന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ട, ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഗള്ളി. കണ്ട, ഒരുപാട് കടകളും ചെറിയ ചെറിയ കടകളും ചെറിയ ചെറിയ വഴികളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗള്ളിയിലാണ് ഞങ്ങളുടെ താമസം. ഒരു വ്യത്യസ്തൊരു അനുഭവമാണ്. ഈ കാണുന്ന വലിയ ഡോറ് തുറന്നിട്ട് വേണം ഞങ്ങൾക്ക് ഉള്ളിലേക്ക് പോകാനായിട്ട്. ഓക്കെ, താങ്ക് യു.